guys, welcome to my channel Mansa Vlog. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വീട്ടിൽ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരോടും സോറി. അപ്പം ക്രിസ്മസിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ കേട്ടത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഈ ഒരു സാധനം ഞാൻ ഈ ഒരു പൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഇതെനിക്ക് കത്തിച്ചപ്പോൾ ഞാൻ അടുത്ത് വരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. എന്നാലും എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ആ തലേദിവസം തന്നെ എനിക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ ക്രിസ്മസ് വലിയ സന്തോഷമൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഏത് ക്രിസ്മസ് വന്നാലും എന്തെങ്കിലും ഒരു അസുഖം കാണും, എന്തെങ്കിലും ഓണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും. അത് വരണ്ടാന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോകാറുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏകദേശം മാറി കേട്ടോ. സൗണ്ടൊക്കെ ഏകദേശം മാറി. അല്ലെങ്കിൽ മൂക്കടങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി. എനിക്ക് ആകെ കൂടെ പേടിയില്ലാത്ത സാധനം ഈ ഒരു കമ്പിത്തിരിയും പൂത്തിരിയാണ്. പൂത്തിരി എന്ന് പറഞ്ഞാൽ ഇതാണ് ലത്തിരി പൂത്തിരി കുഞ്ചിരിച്ചപ്പോൾ അതില്ലേ, അതിനകത്ത് പൂത്തിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നല്ല ഭംഗിയല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല വെളിച്ചമൊക്കെയാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതൊക്കെ കമ്പിത്തിരിയൊക്കെ എടുത്ത് കത്തിച്ചോട്ടെ. കമ്പിത്തിരി ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ് വലിയ സൈഡിൽ കൂടെ തെറിക്കില്ലേ, അതൊക്കെ ഭയങ്കര പിന്നെ ചേട്ടൻ അവിടെ എന്താ പറയുക, മൊത്തത്തിൽ ഇങ്ങനെ കറക്കി അടിപൊളിയാക്കാണ്. എനിക്ക് ആ കൂടെ ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോയിട്ട് വേറെ കമ്പിത്തിരി എടുത്ത് കത്തിക്കാൻ വേണ്ടി ഇതിങ്ങനെ കളർ ടൈപ്പ് കത്തുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയുക, എനിക്ക് അതിനൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 130 രൂപയായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് നല്ല ലാഭം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അത്രയൊന്നും വാങ്ങിച്ചില്ല, 500 രൂപയ്ക്ക് വാങ്ങിക്കാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന അച്ഛനൊരു കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 630 രൂപ ആ ഒരു റേഞ്ചിൽ തന്നു കേട്ടോ. എന്തായാലും ഒരു കമ്പിത്തിരി ഞാനുള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ടും തന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളി. കമ്പിത്തിരി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പൊട്ടുന്ന ടൈപ്പ് പടക്കല്ല, അതിനൊക്കെ ഭയങ്കര വിലയാണ്. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിന് തോന്നുന്നു 2000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഈ ഓടിയത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അവിടെ എങ്ങനെയാണ് നിന്നത്, എൻ്റെ അടുത്തേക്കാണ് പടക്കം പൊട്ടിത്തെറിച്ച് വന്നത്. ഞാൻ അങ്ങനെ ജീവനം കൊണ്ട് ഓടിയതാട്ടോ. പടക്കം എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. ചേട്ടൻ ആ സ്മോക്കി കൂടെയൊക്കെ ഇങ്ങനെ വരികയാണ് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം ചേട്ടൻ തലേദിവസം മൂന്നാറിലേക്ക് പോവാണ്, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ട്, കുഞ്ഞ് കസിൻസാട്ടോ, ഇവൻ്റെ അത്രയും പോലും ഇല്ല. അപ്പം എന്തായാലും ചുമ്മാ പോവാട്ടോ. വെക്കേഷൻ ഒരു ക്രിസ്മസ് 10 ദിവസം അവധിയല്ലേ, അതിന് വേണ്ടി പോകുന്ന കേട്ടോ. അപ്പം ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് യാത്ര പിടിക്കില്ല, കാരണം ഛർദ്ദിക്കും അതൊക്കെ പരിപാടികളുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പോകാറില്ല കേട്ടോ. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, ഞാൻ കിടന്ന് കരയൊക്കെ ചെയ്ത് എന്തായാലും പോകാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയില്ല. ചേട്ടൻ നാളത്തേക്ക് വരും, അതായത് 29-ാം തീയതി വരും കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് എൻ്റെ പനി കൊണ്ടുപോയെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടം കേട്ടോ. പടക്കമൊക്കെ കത്തിച്ച് പൂച്ചകളെല്ലാം പേടിച്ച് കസേരയുടെ അടിയിലും അതുപോലെ സ്കൂട്ടറിൻ്റെ അടിയിലൊക്കെ പമ്മി ഇരിക്കുകയാണ്. കാരണം പടക്കമൊന്നും അതുങ്ങൾ അറിയത്തില്ലല്ലോ. അതുങ്ങളിലേക്ക് ആദ്യത്തെ ക്രിസ്മസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. ചേട്ടൻ എന്താ എന്തൊക്കെയോ കാണിക്കുകയാണ്. ചേട്ടൻ ഭയങ്കര ട്രൈപ്പോഡൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് വന്നു, ക്യാമറ വെച്ചു എടുക്കാം കേട്ടോ. ചേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലിട്ടെന്ന് തോന്നി ഈ വീഡിയോ, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ അടുത്തൊരു പരിപാടിയാണ് ഈ ഒരു പടക്കം കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞൊരു പടക്കമാണ് ചേട്ടൻ കാണിക്കുന്നപ്പോൾ. ഇതൊന്ന് സിമ്പിളായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാനും ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കമ്പിനകത്ത് കൊളുത്തി ഞാൻ മേളിലേക്ക് വെച്ചുകൊണ്ട് ഒരു ഭൂമി കൊലിക്ക് എഫക്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി. അങ്ങനെ സന്തോഷിച്ച് ഞങ്ങളുടെ തുള്ളാണ്. ബൈ.